ഹായ്, ഞാൻ റൂമന. ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുവാണ്. അതിൻ്റെ പേരാണ് കെം ഗസ്റ്റ് ഇൻ ന്യൂസിലാൻഡ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വഴിയേ പറയാം. ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയ്ക്ക് ശേഷം വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്ന് ഓർത്ത്. അല്ലെങ്കിൽ ഇവിടെ എവിടെ നിന്നാണ് വരുന്നത്, ഇതാരാ, ഇത് എവിടെ നിന്ന് പെട്ടെന്ന് പൊട്ടി മുളച്ചെന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. അപ്പം കുറേ സമയമെടുത്തു ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണ്ടേ എന്നൊക്കെ. ഇച്ചിരി ചമ്മലും മടിയൊക്കെയുള്ള കൂട്ടല്ല, പിന്നെ പണിയെടുക്കാൻ ഇച്ചിരി മടിയാണ്. അതുകൊണ്ടായിരിക്കും ഇത്രയും സമയം എടുത്തത്. അപ്പം നേരത്തെ മെൻഷൻ ചെയ്ത പോലെ ഞാൻ റൂമിന. ഞാൻ കോഴിക്കോടുകാരിയാണ്. ഞാൻ ജനിച്ചും വളർന്നൊക്കെ കോഴിക്കോട് തന്നെയാണ്. ഇപ്പം ന്യൂസിലാൻഡിലെത്തി. +2 വരെ, അതായത് LKG to +2 വരെ പ്രസ്റ്റേഷൻ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് പഠിച്ചത്. ഡിഗ്രി ചെയ്ത് സെൻറ്റ് ജോസഫ്സ് കോളേജ് ദേവഗിരി. അതിനുശേഷം മാസ്റ്റേഴ്സ് ചെയ്ത് ക്രൈസ്റ്റ് ഡീം ടു ബി യൂണിവേഴ്സിറ്റി. ഇപ്പം ഞാൻ AUTയിൽ 3rd ഇയർ PhD സ്റ്റുഡൻ്റാണ് ന്യൂസിലാൻഡിൽ. കെമിസ്ട്രി ഡിപ്പാർട്ട്മെൻറ്റിലാണ്, പക്ഷേ ആസ് കെമിസ്ട്രി ആയിട്ട് ഇവിടെ ഇല്ല. അതിന് പകരം ഹെൽത്ത് ആൻഡ് എൻവറോൺമെൻറ്റൽ സയൻസ് എന്നുള്ള ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ചാനൽ തുടങ്ങാനുള്ള മെയിൻ റീസൺ എനിക്ക് വന്നിട്ടുള്ള കോണ്ടാക്ട്സുകളാണ്. അപ്പം ഞാനിങ്ങനെ ഒത്തിരി പിള്ളേരുകൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ജൂനിയേഴ്സ് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ സാറുമാർ കൊടുക്കുന്ന കോണ്ടാക്ട്സുകൾ, പഠിപ്പിച്ചിട്ടുള്ളവർ, പിന്നെ ഫ്രണ്ട്സ്, കസിൻസ്, അങ്ങനെ ഒത്തിരി പേര് കോണ്ടാക്ട് ചെയ്യുന്നത്. വെച്ചാൽ 100 പേര് കോണ്ടാക്ട് ചെയ്യുന്നു എന്നല്ല, കുറച്ച് പേരൊക്കെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. പറ്റുന്നവരൊക്കെ ഹെൽപ്പ് ചെയ്യാറുമുണ്ട്. ചിലർക്ക് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ആയി കിട്ടാറുണ്ട്. PhDക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളവരുണ്ട്. അവർ ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ചാനൽ ത്രൂ നമുക്ക് അവരെ കൊണ്ടുവരാൻ വേണ്ടി പറ്റും, ഇഫ് ദേ ആർ ഓക്കെ. ചിലർക്ക് ആ പ്രോസസ്സ് കിട്ടാറുമില്ല. ചിലപ്പോൾ അവർ അപ്ലൈ ചെയ്യുന്നതിൻ്റെ കുഴപ്പമായിരിക്കും, ചിലപ്പോൾ അവരുടെ മാർക്കിൻ്റെ ബേസിസ് ആയിരിക്കും. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ഡിഫറെൻറ്റ് പീപ്പിൾ. പിന്നെ എല്ലാം ഇങ്ങനെ കുത്തിയിരുന്നിട്ട് ചെയ്തു കൊടുക്കാൻ നമുക്ക് പറ്റില്ല. നമുക്ക് പറഞ്ഞു കൊടുക്കാം എന്നേ പറ്റത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസുകളുണ്ട്. അപ്പോൾ ഒരു യൂട്യൂബ് ചാനലിലൂടെ ആണെങ്കിൽ ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു തന്ന് എങ്ങനെയാണ് എത്തണ്ടേ ആ പാത്തിലേക്ക് എന്നുള്ളത് ഇച്ചിരിയും കൂടെ ക്ലിയർ ആയിരിക്കും. അപ്പോൾ ഞാൻ അടുത്തൊരു ചാനൽ ത്രൂ അതങ്ങ് പറയാമെന്ന്. അപ്പം ആ ചാനലിൻ്റെ പേരാണ് കെം ഗസ്റ്റ് ഇൻ ന്യൂസിലാൻഡ്. ഇപ്പോൾ ഈ ചാനലിലൂടെ ഉദ്ദേശിക്കുന്നത് ബേസിക്കലി എങ്ങനെ PhD അപ്ലൈ ചെയ്യാം, എങ്ങനെ ന്യൂസിലാൻഡിലേക്ക് PhDക്ക് വരാം, എങ്ങനെയൊക്കെയാണ് ആ പ്രൊസീജിയറുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ ബെനിഫിറ്റ്സുകൾ. ചില മാസ്റ്റേഴ്സ് കോഴ്സുകളുണ്ട്, അതേപോലെ തന്നെ ബാച്ചിലേഴ്സ് കോഴ്സുകളുണ്ട്, പിന്നെ MPhil, അങ്ങനെ ഒത്തിരി കോഴ്സുകളുണ്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. പക്ഷെ പകുതിയും നമ്മൾ ഏജൻസി ത്രൂ വരുന്നതുകൊണ്ട് നമ്മൾ ചിലപ്പോൾ ഡൈവേർട്ടായിട്ട് വേറെ കോഴ്സുകളിലേക്കായിരിക്കും പോകുന്നത്. അപ്പം ഞാനൊരു ഏജൻസിൻ്റെയോ അല്ലെങ്കിൽ ഒന്നിൻ്റെയും പാട്ടല്ല. ഞാൻ എൻ്റെ ഒപ്പീനിയനാണ് പറയുന്നത്. അല്ലെങ്കിൽ ഞാൻ ഫേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടുള്ള വന്നിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ എങ്ങനെ ഈ പോയിന്റിലേക്ക് അച്ചീവ് ചെയ്തു എന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ എൻ്റെ ഓൺ എക്സ്പീരിയൻസിലാണ് പറയുന്നത്. ഓരോ ആൾക്കാർക്ക് ഓരോ എക്സ്പീരിയൻസ് ആയിരിക്കും. ഇപ്പം ഞാൻ വന്നിട്ടുള്ള പ്രോസസ്സിലൂടെ ആയിരിക്കില്ല വേറൊരാൾ വന്നിട്ടുണ്ടാവുക. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ പീപ്പിൾ ടു. അപ്പം ഞാൻ ഓർത്തു എനിക്കറിയുന്ന രീതിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന്. ഇപ്പോൾ അത് ഒരാൾക്കാണെങ്കിലും ഹെൽപ്ഫുൾ ആണെങ്കിൽ ഐ എം സോ ഗ്രേറ്റ്ഫുൾ ഫോർ ദാറ്റ്. അപ്പം ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്യാണ്. എല്ലാവരും എന്താ പറയുക, സപ്പോർട്ട് ചെയ്യും എന്ന് വിചാരിക്കുന്നു. അപ്പം ചാനലിൻ്റെ പേര് കെം ഗസ്റ്റ് ഇൻ ന്യൂസിലാൻഡ് ആണ്. വഴിയെ ഓരോരോ വീഡിയോസുകളായിട്ട് ചെറിയ ഷോർട്ട് വീഡിയോസായിട്ട് ഇടണം എന്നാണ് ഓർക്കുന്നത്. ഇങ്ങനെ ലോങ് വീഡിയോസൊക്കെ ഇട്ടാൽ എനിക്ക് പോലും ക്ഷമ ഉണ്ടാവാറില്ല കാണണമെന്ന്. അപ്പോൾ കുഞ്ഞു വീഡിയോസുകൾ അപ്ലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിക്ക് അത് മാറ്റണമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. പക്ഷെ ഇതെങ്ങനെ വരും എന്നുള്ളത് അറിയത്തില്ല. സോ വിൽ വെയിറ്റ് ആൻഡ് വാച്ച് ഫോർ ദാറ്റ്. സോ താങ്ക് യു.